ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ ഉണ്ടല്ലോ. ഇത് സ്കൂൾ തുറക്കാൻ ഇനി എന്നാ ദിവസം ഉണ്ടല്ലേ. അപ്പോൾ പൽക്കുട്ടനെ ട്യൂഷൻ ആക്കിയതുകൊണ്ട് അവൾ രാവിലെ ട്യൂഷന് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്, എന്തൊക്കെയോ എഴുതുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ പുറത്ത് ഏകദേശം നല്ല ഒരു മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഒരു മഴ കഴിഞ്ഞു, രാവിലെ തന്നെ ഒരു മഴ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കിച്ചൂട്ടനെ നമ്മൾ കൂട് വയ്ക്കുന്ന സ്ഥലമാണ്, അത് ആദ്യം ഒന്ന് ഞാൻ അടിച്ചൊക്കെ വാരിയിടുകയാണ്. ചിലപ്പോൾ അവന് ഏഴ് നേരത്താണ് കണ്ണം പുറത്തേക്ക് ഇറക്കണമെന്ന് അറിയില്ല. അപ്പോൾ പൽക്കുട്ടന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അവൾക്ക് 7:45 പോകണം. അപ്പോൾ അവൾ കഴിക്കണില്ല എന്ന് പറഞ്ഞു, വന്നിട്ടേ കഴിക്കണുള്ളൂ എന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഞാൻ ടാങ്കിൽ നിന്നാണ് ഇതാ വെള്ളം കോരുന്നത് കേട്ടോ. ഇപ്പം നമുക്ക് വേനലായതുകൊണ്ട് കിണറ്റിലെ വെള്ളം പറ്റിയതുകൊണ്ട് പിന്നെ മഴയത്ത് വന്ന വെള്ളം ആയതുകൊണ്ട് ഞങ്ങളത് കുടിക്കണില്ല. അപ്പോൾ അത് നമുക്ക് കുളിക്കാനും അലക്കാനും ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ അടുക്കളയ്ക്കുള്ള ആവശ്യങ്ങൾക്ക് ഈ ടാങ്കിൽ നമ്മൾ വെള്ളം നിറച്ചിട്ടിരിക്കുകയാണ്. അതിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കുടിക്കാനുള്ള വെള്ളം നമ്മൾ ഇതിപ്പോൾ നമ്മൾ ഇറക്കിയിട്ടിരിക്കുന്ന വെള്ളമാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പൈപ്പ് വെള്ളം നല്ല വെള്ളം വരുമ്പോൾ അതാണ് ഉപയോഗിക്കുന്നത് അടുക്കളത്തേക്കൊക്കെ. അപ്പോൾ ഇപ്പോൾ അവൾക്ക് ചൂടുവെള്ളം കൊടുത്തു വിടാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ പനിക്കൂർക്ക ഇല പറിക്കുകയാണ്. അവൾക്ക് 2-3 ദിവസമായിട്ട് ഭയങ്കര കഫക്കെട്ട് ജലദോഷമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ ചെടികളെല്ലാം ഇവിടെ വന്ന ശേഷം ഉണ്ടായ വേനലിൽ കുറേ നശിച്ചു പോയി. പിന്നെ വന്ന മഴയിലൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് മഴയെ, അതായത് വേനലിനെ അതിജീവിച്ച് നിൽക്കുന്ന ചെടികളാണ് കേട്ടോ ഇത്. കുറേ ചെടികൾ എൻ്റെ നഷ്ടമായിപ്പോയി, കുറേ പച്ചക്കറികൾ ഇതെല്ലാം നശിച്ചു പോയി. ഇതൊക്കെ ഞാൻ വെച്ചിരുന്ന തക്കാളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറിച്ചു പിന്നെ ദൂരെ കളഞ്ഞു, എനിക്ക് ദേഷ്യം വന്നിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവൾക്കുള്ള വെള്ളം ചൂടാക്കാം. ഞാൻ പറഞ്ഞില്ലേ പനിക്കൂർക്കലിട്ട വെള്ളം നല്ലതാണല്ലോ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വെള്ളം ചൂടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അരി കഴുകി വയ്ക്കാമെന്നും കൂടെ വിചാരിച്ചു കേട്ടോ. രാവിലെ തന്നെ ചോറ് വെച്ചേക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോഴത്തേക്ക് അവൾ ഒരുങ്ങുകയാണ് കേട്ടോ. ഇപ്പോൾ അവൾക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ അവൾ അത് ഒരുങ്ങുകയാണ്. അപ്പോഴത്തേക്ക് ഈ പണിയൊക്കെ ഒന്ന് കഴിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അപ്പോൾ അവൾ പോകാൻ റെഡിയായി കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല മഴക്കാറ്, അടുത്ത മഴയ്ക്കുള്ള മഴക്കാറ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവളോട് പൊയ്ക്കോളാൻ പറയുകയാണ്. കാരണം ഭയങ്കര മഴയായ കുഞ്ഞിന് പോകാൻ പാടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടുന്ന് മെയിൻ റോഡ് തന്നെയാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. അവിടുന്ന് ഒരു 10-15 മീറ്റർ അങ്ങ് നടന്നാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. കാരണം ഒന്നാമത് ഇവൾക്ക് പനിയായിട്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പിന്നെ ഇവൾ പോകുമ്പോൾ പെട്ടെന്ന് മഴ വരികയാണെങ്കിൽ ഇനി കണ്ണനെ കൂട്ടി വിടാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്നത്. പക്ഷേ ഭാഗ്യവശാൽ അവൾക്ക് വണ്ടി കിട്ടി കേട്ടോ. അവൾ അവിടെ ബസ് സ്റ്റോപ്പിൽ എത്തണം മുമ്പ് തന്നെ ഇതാ വണ്ടി കിട്ടി. അവൾ അതിനങ്ങ് പോയി. അപ്പോൾ അവളങ്ങ് പോയി ഒരു 10 മിനിറ്റ് പോലും ആയില്ല. അപ്പോഴേ നമ്മുടെ മഴ സ്റ്റാർട്ട് ചെയ്തു. രണ്ടാമത്തെ മഴ, ഇന്നത്തെ രണ്ടാമത്തെ മഴ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഒരു 7:45 കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് പോലും നിന്നില്ല. അതിൻ്റെ ഇപ്പുറം മഴ കനത്തപ്പോൾ ദയ്യൊരു അവസ്ഥയാണ് നമ്മുടെ മുറ്റത്ത് സംഭവിക്കുന്നത്. ആ റോഡിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇപ്പം നമ്മുടെ മുറ്റത്തേക്ക് ഒഴുകി വരും. ഇപ്പം ഈ വെള്ളം പോകുന്നത് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശത്തേക്കാണ്. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ഇപ്പോൾ നല്ല വെള്ളപ്പൊക്കം പോലെ ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാവേ. ഈ ഒരു അവസ്ഥയിലെത്തും കേട്ടോ നമ്മുടെ വീടിൻ്റെ ബാക്ക് വശം. കുറച്ച് കഴിയുമ്പോൾ ഈ വെള്ളം അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ.